ഈക്വേഷൻ. ഓക്കെ, ഇതൊരു വലിയൊരു ഡെറിവേഷൻ ആണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്തിട്ട് ഒരു ഡെറിവേഷൻ ചെയ്ത് ചാർജ് കൺസർവേഷൻ തിയറത്തിന്റെ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ചാർജ് ഡെൻസിറ്റി ജെ ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി ഓർ ഫ്ലക്സ് ജെ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ പ്ലസ് സൈ ഡെൽ സൈ സ്റ്റാർ എന്ന് കിട്ടും. മറ്റൊരു ഫോമും കൂടെ ഉണ്ട്. എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു imaginary part of psi star del psi. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ വന്ന ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, psi equal to a e raised to I kx. Then current density J equal to first equation ഉപയോഗിക്കാം h cross by 2m psi star del psi minus psi del psi star. psi ഇത് psi star എന്ത് കിട്ടും? a e raised to minus I kx. del psi എന്ത് കിട്ടും? del psi equal to a into ik e raised to ikx. del psi star എന്ത് കിട്ടും? മൈനസ് എ ik e raised to minus ikx. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h cross by 2m psi star del psi a e raised to minus ikx del psi into a ik e raised to ikx minus psi psi star psi a e raised to ikx into del psi star. ഇത് പ്ലസ് ആകും a ik e raised to minus ikx. e raised to minus ikx ഉം e raised to ikx ഉം കൂടെ e raised to 0 ആയി പോകും. ഈ ടേമും പോകും. e raised to ikx ഉം e raised to ikx ഉം 0 ആയി പോകും. Then j equal to h cross by 2m I into a square k plus I plus I into a square k, which is equal to h cross by 2m into 2i a square k. 2 വെട്ടിക്കളഞ്ഞാൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ ഇക്വേഷനിൽ h ക്രോസ് ബൈ 2m I എന്നുണ്ടേ.
കറന്റ് ഡെൻസിറ്റി J ഈക്വൽ ടു H ക്രോസ് ബൈ 2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഇപ്പൊ ഒന്നുകൂടെ കേട്ടോ, നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്, അതിൽ നിന്ന് ഒരു ഡെറിവേഷൻ കഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കറന്റ് ഡെൻസിറ്റിയുടെ ക്വാണ്ടം മെക്കാനിക്സിലെ കറന്റ് ഡെൻസിറ്റി ഓർ ഫ്ലക്സിന്റെ ഇക്വേഷൻ കിട്ടും. ദെൻ ആ ഇക്വേഷൻ ആണ് J ഈക്വൽ ടു H ക്രോസ് ബൈ 2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഇവിടെ I ഇല്ല, H ക്രോസ് ബൈ 2m മാത്രമേ ഉള്ളൂ. മേളില് H ക്രോസ് ബൈ 2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഇവിടെ നമുക്ക് അതിനെ J ഈക്വൽ ടു H ക്രോസ് ബൈ 2m ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ എന്ന് എഴുതാം. അതാണ് ഇത്ര നേരം പറഞ്ഞത്. കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H ക്രോസ് ബൈ 2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഡൈ ഉണ്ട്. ഈ ഐയും ഈ ഐയും കട്ട് ചെയ്തു പോകും. H ക്രോസ് ബൈ m ഇൻറ്റു എ സ്ക്വയർ കെ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. നമ്മൾ എഴുതിയ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്തു നോക്കാം. J ഈക്വൽ ടു H ക്രോസ് ബൈ m ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ. സൈ സ്റ്റാർ ഡെൽ സൈ എന്ത് കിട്ടും? സൈ സ്റ്റാർ ഡെൽ സൈ ഈ ഫസ്റ്റ് ടൈം എടുത്താൽ പോരെ. സൈ സ്റ്റാർ ഡെൽ സൈ എ സ്ക്വയർ ഐ കെ എ സ്ക്വയർ ഐ കെ എന്ന് കിട്ടും. അവര് പറഞ്ഞേക്കുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് വരുമ്പോൾ ഐ എടുക്കണ്ട. സൈ സ്റ്റാർ ഡെൽ സൈ എന്ത് കിട്ടും? എ സ്ക്വയർ ഐ ഇൻറ്റു എ സ്ക്വയർ കെ. ദെൻ J എന്ന് പറയുന്നത് H ക്രോസ് ബൈ m ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ. ഈ ഇക്വേഷൻ ചെയ്താൽ മതി. സൈ സ്റ്റാർ ഡെൽ സൈ നിങ്ങൾ ഇത്രയും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പിന്നെ ആർക്കെങ്കിലും വേണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. Psi ഈക്വൽ ടു a sin kx. ഈ വേവ് ഫംഗ്ഷൻ ഒരു റിയൽ വേവ് ഫംഗ്ഷൻ ആണ്. റിയൽ വേവ് ഫംഗ്ഷൻ അവിടെ ഒന്ന് വെറുതെ എഴുതി വെച്ചോ, റിയൽ വേവ് ഫംഗ്ഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? J ഈക്വൽ ടു H ക്രോസ് ബൈ m ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ. മറ്റേ ഇക്വേഷൻ ഒരു ഓർമ്മയുണ്ട് അവിടെ. മെയിൻ ഇക്വേഷൻ H ക്രോസ് ബൈ 2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, സൈ സ്റ്റാർ എന്ത് കിട്ടും? എ സൈൻ കെ എക്സ്. ഡെൽ സൈ എന്ത് കിട്ടും? എ കെ കോസ് കെ എക്സ്. സൈ സ്റ്റാർ ഡെൽ സൈ എന്ത് കിട്ടും? എ സ്ക്വയർ കെ സൈൻ കെ എക്സ് കോസ് കെ എക്സ്. നമ്മുടെ J എന്താ? H ക്രോസ് ബൈ m ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ.
സൈ സ്റ്റാർ ഡെൽ സൈ നമ്മൾ ഇവിടെ ചെയ്ത വേവ് ഫംഗ്ഷൻ ഇമാജിനറി പാർട്ട് ഇല്ല, 0 0 ആണ് ഉത്തരം. ഇവിടെ നിങ്ങളൊരു കൺക്ലൂഷൻ എഴുതി വെക്കണം. റിയൽ വേവ് ഫംഗ്ഷൻ കോൺട്രിബ്യൂട്ട്സ് 0 ഫ്ലെക്സ്. കൺക്ലൂഷൻ എഴുതി വെച്ചോ. റിയൽ വേവ് ഫംഗ്ഷൻ കോൺട്രിബ്യൂട്ട്സ് 0 ഫ്ലെക്സ്. അടുത്ത ചോദ്യം 3. psi equal to u of x e raised to I phi x. J equal to x cross by m into imaginary part of psi star del psi. ഇവിടെ psi star എന്ത് കിട്ടും? u of x e raised to minus I phi x. del psi എന്ത് കിട്ടും? പ്രോഡക്റ്റ് റൂൾ ചെയ്യണം. u dash e raised to I phi x plus u e raised to I phi x into I phi. psi star del psi equal to psi star del psi കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ചെയ്തു നോക്കുക. Then J equal to h cross by m into imaginary part of psi star del psi. എന്ത് കിട്ടും? ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ phi u square എന്ന് കിട്ടും. ക്ലിയർ ആണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഡൗട്ട് ഉണ്ടോ? സൈസ് സ്റ്റാർ എടുക്കുമ്പോൾ യുടെ കോൺജുഗേറ്റ് എടുക്കണ്ടേ? യു ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ഞാനിവിടെ യു ഓഫ് എക്സ് എടുത്തോണ്ടാണ് എടുക്കാനെ. യുയിൽ ഇമാജിനറി ടൈം വല്ലതും ഉണ്ടെങ്കിൽ യുടെ കോൺജുഗേറ്റ് എടുത്തോ. ഞാനിവിടെ യുവിനെ റിയൽ ആയിട്ട് എടുത്തത് കൊണ്ടാണ് ഞാൻ റിയൽ എടുത്തത്. അപ്പം ഓക്കെ, ഞാൻ യുവിനെ സൈ സ്റ്റാർന്ന് എടുക്കുകയാണേ. ഞാൻ പ്രോബ്ലം ചെയ്തത് റിയൽ ആയിട്ട് എടുത്തിട്ടാണ്. ഞാൻ ഇവിടെ യുടെ സൈ സ്റ്റാർ എടുത്തപ്പോൾ ഞാൻ ഇവിടെ യുവിനെയും കൂടെ സ്റ്റാർ എടുത്തു, കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു, യു സ്റ്റാർ. ഇതൊക്കെയാണ്. സൈ സ്റ്റാർ ഡെൽ സൈ ചെയ്യുമ്പോൾ ഇവിടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് വരും. ഇവിടെ എന്ത് വരും? യു സ്റ്റാർ ഓഫ് എക്സ് യു ഓഫ് എക്സ്.
ദെൻ യു സ്റ്റാർ ഓഫ് എക്സ് യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് യു ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? യു ഓഫ് എക്സ് എന്ന് പറയുന്നത് മേ ബി ഇമാജിനറി ആകാം. ഞാനിവിടെ റിയലിന് എടുത്താണ് ആദ്യം പ്രോബ്ലം ചെയ്തത്. അങ്ങനെ എടുക്കണ്ട, നിങ്ങൾ സൈ സ്റ്റാർ എന്നുള്ളത് യു സ്റ്റാർ എന്ന് എടുത്ത് ചെയ്തോ. അവിടെ ഇങ്ങനെ കിട്ടും. ഇത് മനസ്സിലായോ? ഇത് ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ psi is given, find E or V. നിങ്ങളോട് ചോദ്യത്തിൽ പറയും ഏതാ കണ്ടെത്തേണ്ടത്. First question, consider the wave function of a particle moving in a potential V in a region given by minus a less than x less than a. Psi of xt equal to sin pi x by a e raised to minus I omega t. Find V ആണ് ചോദ്യം. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് ചിലപ്പോൾ വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി എന്ന് തരും. അങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇ കണ്ടെത്താൻ കഴിയും. ഇ ഈക്വൽ ടു ഇ സൈ ഈക്വൽ ടു എച്ച് സൈ ആണ്. ഇതുണ്ട്. ഇ സൈ ചെയ്യണം. ഇ സൈ ഈക്വൽ ടു ഇയുടെ ഓപ്പറേറ്റർ എന്താ? ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഇയുടെ ഓപ്പറേറ്റർ. ദെൻ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇ സൈ ഈക്വൽ ടു സംതിങ് ഇൻറ്റു സൈ എന്ന് കിട്ടും. ഈ സൈയും സൈയും കളയണം. അപ്പൊ ഇ ഈക്വൽ ടു സംതിങ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി എന്ന് തരും, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് തരും, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇ എന്ന് തരും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ചില കേസിൽ വേവ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി എന്ന് തരും. അങ്ങനെ എക്സ് ആൻഡ് ടി തരുമ്പോൾ നമ്മൾ ഇ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇ സൈ ഈക്വൽ ടു ഇയുടെ ഓപ്പറേറ്റർ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഇയുടെ ഓപ്പറേറ്റർ ആണിത്, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. നമ്മൾ കഴിഞ്ഞ ദിവസം മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ പറഞ്ഞായിരുന്നു, P
P equal to minus I h cross dou by dou x. Then അത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഫൈൻഡ് V. Psi of xt equal to sin pi x by a e raised to minus I omega t. ആദ്യം E കണ്ടുപിടിക്കണം. E psi equal to I h cross dou by dou t into psi. Dou by dou t of wave function എന്ത് കിട്ടും? sin pi x by a into e raised to minus I omega t into minus I omega. ഈ ടേം എന്താ? നമ്മുടെ വേവ് ഫംഗ്ഷൻ തന്നെയല്ലേ? Then e psi equal to minus I e I, അപ്പോൾ പ്ലസ് ആവും, h ക്രോസ് ഒമേഗ ഇൻറ്റു സൈ എന്ന് കിട്ടും. Then ഇതിൽ നിന്ന് e ഈക്വൽ ടു h ക്രോസ് ഒമേഗ എന്ന് കിട്ടും. ഈ കണ്ടുപിടിച്ചേക്കുന്നത് മനസ്സിലായോ? ഈയുടെ ഓപ്പറേറ്റർ കൊടുക്കുക I h ക്രോസ് ഡോ ബൈ ഡോ ടി. അത് കഴിഞ്ഞിട്ട് സൈനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. ദെൻ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈ വീണ്ടും കിട്ടും. അതിന്റെ സൈന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ബാക്കി ടേം എഴുതുമ്പോൾ h ക്രോസ് ഒമേഗ സൈ എന്ന് കിട്ടും. ദെൻ e ഈക്വൽ ടു h ക്രോസ് ഒമേഗ. ഇതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. Then ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ ഈക്വൽ ടു ഇ സൈ. നമുക്ക് ഇ കിട്ടി. ഇനി ഈ ടേം കണ്ടെത്തണം. സൈ എന്താ? സൈൻ പൈ എക്സ് ബൈ എ e raised to minus I omega t. del psi എന്ത് കിട്ടും? cos pi x by a e raised to minus I omega t into pi a. del square psi എന്ത് കിട്ടും? sin pi x by a e raised to minus I omega t into pi square by a square. Then which is equal to del square psi equal to ഇതെന്ന് പറയുന്നത് നമ്മുടെ psi ആണ്, pi square by a square psi എന്ന് കിട്ടും. ഈ pi square by a square ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m pi square by a square psi plus v psi equal to h cross omega psi. സർ ഡെൽ സ്ക്വയർ എടുക്കുമ്പോൾ ഒരു മൈനസ് ഉണ്ടാവും. സൈൻ കോസ് ഇവിടെ അല്ലേ? ഇവിടെ ഒരു മൈനസ് വരും. ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കി. Then v psi equal to h cross omega psi minus h cross square by 2m pi square by a square psi. ഇനി ആ സൈനെ അങ്ങ് കളഞ്ഞാൽ മതി. ഇതൊക്കെ കോൺസ്റ്റന്റ് അല്ലേ, ഓപ്പറേറ്റർ ഒന്നും അല്ലല്ലോ. നമുക്ക് സൈനെ കളയാം. v equal to h cross omega minus h cross square by 2m pi square by a square. ഇതാണ് ഉത്തരം. ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ, ഇത് ഓപ്പറേറ്റർ ഒന്നും അല്ല. അതായത് വി ഓപ്പറേറ്റർ അല്ല, എച്ച് ക്രോസ് ഒമേഗ ഓപ്പറേറ്റർ അല്ല. ഇതും ഓപ്പറേറ്റർ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ
നമുക്കിവിടെ കട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇഫ് വി സൈ ഈക്വൽ ടു പി സൈ എന്ന് വന്നാലേ ഇങ്ങനെ എവിടെയെങ്കിലും വന്നു എന്ന് വിചാരിക്കുക, ഇവിടുത്തെ സൈയും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം പി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് സൈ. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ സൈഡ് കോഎഫിഷ്യന്റ് ഒരു ഓപ്പറേറ്റർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മളിവിടെ സിമ്പിളി കട്ട് കളയുന്ന പോലെ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഓപ്പറേറ്റർ ആണെങ്കിൽ ആ ഓപ്പറേറ്റർ ആ വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഓർത്തിരുന്നാ മതി, എഴുതി വെക്കുന്നു വേണ്ട. ഈ ക്വസ്റ്റ്യനിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടി ഇത് പറഞ്ഞു തരേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇത് പറയണ്ട, എഴുതണ്ട. എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടുന്നത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം, കൺസിഡർ the wave function of a particle of mass m moving in a potential V of x equal to alpha square x square, psi equal to e raised to minus m alpha square by 2 h cross square under root full root ഉണ്ട് e raised to minus under root m alpha square by 2 h cross square x square. ഈ സാധനം ഒരു കോൺസ്റ്റന്റ് അല്ലേ, അത് അങ്ങനെ ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഇ റേസ് മൈനസ് കെ എക്സ് സ്ക്വയർ എന്ന് ഞാൻ അങ്ങ് എടുത്തു. ഇത് മുഴുവൻ ഒരു കോൺസ്റ്റന്റ് അല്ലേ, എം ആൽഫ സ്ക്വയർ ബൈ 2 എച്ച് ക്രോസ് സ്ക്വയർ ഇ റേസ് മൈനസ് കെ എക്സ് എന്ന് കൊടുത്തു. നമ്മളോട് ചോദ്യം ഇതാണ്, ഇത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, ഇത് പിന്നെ എഴുതിയാൽ മതി, പ്രോബ്ലം ചെയ്ത് തീർക്കും. ഫൈൻഡ് ഇ, ഇതാണ് ചോദ്യം. ഇത് ചെയ്യാം, നിങ്ങൾ ചെയ്തോ. ഇ കണ്ടുപിടിക്കണം, ഒന്നുമില്ല, ഷ്രോഡിൻജർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇ കണ്ടുപിടിക്കുക. അർഷിന, ഈ പ്രോബ്ലം ചെയ്യണം. ഷ്രോഡിൻജർ ഇക്വേഷൻ പറഞ്ഞേ, ഷ്രോഡിൻജർ ഇക്വേഷൻ പറ. minus h square divided by 2m into del square psi plus v psi equal to e psi. ഓക്കെ, നമ്മളോട് ഇ ആണ് ചോദിച്ചേക്കുന്നത്, വി തന്നിട്ടുണ്ട്, ഈ ടേം മാത്രം കണ്ടെത്തിയാൽ മതി. ഡെൽ സൈ എന്ത് കിട്ടും? സൈനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് തന്നെ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇ റേസ് മൈനസ് കെ എക്സ് സ്ക്വയർ എന്ത് കിട്ടും? minus ik into ik 2 അയ്യുണ്ടോ?
അയ്യൊന്നുമില്ല, ഇവിടെ അയ്യൊന്നുമില്ല. Question sorry sir. Okay. So 2kx into e raised to ikx. അയ്യാ, Sorry sir. E raised to kx. e raised to minus kx square. ഒന്നുകൂടി ചെയ്തേ. e raised to minus under root m alpha square by 2 h cross square x square എന്നാണ് ക്വസ്റ്റ്യൻ, അല്ല വേവ് ഫംഗ്ഷൻ. ഞാൻ അതിനെ e raised to minus kx square എന്ന് എടുത്തു. ആ del psi പറ. 2kx into e raised to minus kx square. ഇവിടെ ഒരു മൈനസും ഇല്ലേ? ഓക്കെ, del square psi പറ. Del square psi പിന്നെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ സൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ ടേംസ് ഓഫ് സൈ അതിനെ കൺവേർട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഞാൻ ഇവിടെ ഡെൽ സ്ക്വയർ സൈ ചെയ്തു, അതിനെ ഇൻ ടേംസ് ഓഫ് സൈയിലേക്ക് ഞാൻ മാറ്റുവാണ്. അപ്പൊ മൈനസ് 2k സൈ പ്ലസ് 4k സ്ക്വയർ എക്സ് സൈ, ഇങ്ങനെ കേട്ടോ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഏറ്റവും അവസാനം ഇൻ ടേംസ് ഓഫ് സൈ എഴുതണം, എന്നിട്ട് സൈനെ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പൊ ഞാനിവിടെ തന്നെ ഡെൽ സ്ക്വയർ സൈ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അതിനെ സൈ ഇൻ ടേംസ് ഓഫ് സൈയിലേക്ക് കൺവേർട്ട് ചെയ്തു. മൈനസ് 2k സൈ പ്ലസ് 4k സ്ക്വയർ എക്സ് സൈ. അർഷിന എങ്ങനെയാണ് കിട്ടിയേ? 2kx square 4kx square. എക്സ് സ്ക്വയർ ഉണ്ട്, ഓൾറെഡി ഒരു എക്സ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇത്രയല്ലേ ഉള്ളോ? ദെൻ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. അർഷിന പറഞ്ഞേ. മൈനസ് 2k psi പ്ലസ് 4k square x into psi. 4k x square 4k square x square അല്ലേ? x square into psi. പ്ലസ് v psi ഈക്വൽ ടു e psi. v എന്താ? v alpha square x square. ഓക്കെ, പിന്നെ നമ്മുടെ ഈ കേക്കും കൂടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു, ഇത് കട്ട് ചെയ്ത് പോവും. ഞാൻ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m അകത്തെടുത്തു. കെ എന്തായിരുന്നു? റൂട്ട് എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. ഓക്കെ, റൂട്ട് എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ സൈ പ്ലസ് അല്ല മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു 4k സ്ക്വയർ m ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ x സ്ക്വയർ സൈ പ്ലസ് v psi ഈക്വൽ ടു e psi. ഇവിടെ മൈനസ് അല്ല ഈക്വൽ ടു h ക്രോസ് സ്ക്വയർ ബൈ m ഇൻറ്റു റൂട്ട്
m alpha square by 2h cross square psi minus alpha square x square psi plus ഇവിടെ vക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ alpha square x square psi equal to e psi. ഇതും കട്ട് ചെയ്ത് പോകും. ഇങ്ങനെയാണോ ഉത്തരം കിട്ടിയത്? ഇനി വേണമെങ്കിൽ ഈ h ക്രോസ് സ്ക്വയർ ബൈ എമ്മിനെ അകത്തേക്ക് എടുക്കാം. h ക്രോസ് പവർ 4 ബൈ എം സ്ക്വയർ m ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. ഇവിടെ h സ്ക്വയറും പവർ 4ഉം കട്ട് ചെയ്ത് പോയി സ്ക്വയർ വരും. Then final answer E equal to under root h cross square alpha square by 2m equal to h cross alpha by root 2m. അർഷിന ഇങ്ങനെയാണോ കിട്ടിയത്? ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ആയിക്കോ. ഈ ക്വസ്റ്റ്യനിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ആദ്യം നിങ്ങളോട് ഇ എസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വരുമോന്ന് ചോദിച്ചില്ലേ? അതൊരു എളുപ്പമാർഗം പറയാൻ വേണ്ടിയാണ്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡെൽ സ്ക്വയർ സൈ കിട്ടൂലോ. ഡെൽ സ്ക്വയർ സൈ മൈനസ് ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു മൈനസ് 2k സൈ പ്ലസ് 4k സ്ക്വയർ എക്സ് സ്ക്വയർ സൈ. അതിൻ്റെ കൂടെ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഫസ്റ്റ് ടൈമേ ഈക്വൽ ടു ഇൻറ്റു മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m. നിങ്ങളോട് ഇ ആണ് ചോദിച്ചതെങ്കിൽ ഈ എക്സിന്റെ ടേം എടുക്കരുത്, ബാക്കി അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. മൈനസ് 2k ഇൻറ്റു മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m. h ക്രോസ് സ്ക്വയർ k ബൈ m, kന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇതാണ് ഉത്തരം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നിങ്ങൾക്ക് ഡെൽ സ്ക്വയർ സൈ ചെയ്യുമ്പോൾ ഒരു ടേം എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് കിട്ടും, മറ്റൊരു ടേം എക്സ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിട്ട് കിട്ടും. ആ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിട്ട് കിട്ടുന്ന ടേം ആയിരിക്കും നമ്മുടെ എനർജിയുടെ ടേം. അത്രേ ഉള്ളൂ. ഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട. ഡെൽ സ്ക്വയർ സൈ കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ എക്സ് ഇല്ലാത്ത ടേം അങ്ങ് എടുത്താൽ മതി. അതിന്റെ കൂടെ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ഇ ആവും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഈ പ്രോബ്ലത്തിൽ അതായത് നമ്മൾ ഡെൽ സ്ക്വയർ സൈ കണ്ടെത്തൂലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടും. അതില് ഫംഗ്ഷൻ ഓഫ് എക്സും ഉണ്ടാകും, പിന്നെ എക്സിന്റെ ഫംഗ്ഷൻ അല്ലാത്തൊരു ടേമും ഉണ്ടാവും. രണ്ട് ടേം ഉണ്ടാവും. എക്സിന്റെ ഫംഗ്ഷൻ ഉള്ളൊരു ടേമും എക്സ് ഉള്ളൊരു ടേമും എക്സ് ഇല്ലാത്തൊരു ടേമും. നമ്മുടെ എനർജിയിൽ എക്സിന്റെ ടേം ഉണ്ടാകില്ല. ഒന്നുകൂടെ പറയാം. ഡെൽ സ്ക്വയർ സൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ടേം കിട്ടും, എക്സ് ഉള്ള ടേമും എക്സ് ഇല്ലാത്ത ടേമും. ഇത് നിങ്ങളൊരു ട്രിക്കായിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ ഫുൾ എടുത്ത് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ഡെൽ സ്ക്വയർ സൈ ചെയ്യുമ്പോൾ എക്സ് ഉള്ളൊരു ടേമും എക്സ് ഇല്ലാത്തൊരു ടേമും കിട്ടും. നിങ്ങളോട് ഇ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ എക്സ് ഇല്ലാത്ത ടേം എടുത്തിട്ട്, എക്സ് ഇല്ലാത്ത ആ ടേമിൽ സൈഡ് കോഎഫിഷ്യന്റ് എടുത്തിട്ട് പിന്നെ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m
ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതായിരിക്കും ഉത്തരം. എച്ച് ക്രോസ് സ്ക്വയർ കെ ബൈ എം. നമ്മൾ ഇതിനകത്ത് ഈ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അവസാനത്തെ ഉത്തരം കിട്ടും. ഞാൻ ഇപ്പൊ പറഞ്ഞ് മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചേ ആരാ? മനസ്സിലായി സാർ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എച്ച് ക്രോസ് സ്ക്വയർ ബൈ എം ഇൻറ്റു കെ. കെ എന്തായിരുന്നു? എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ ഈക്വൽ ടു എച്ച് ക്രോസ് ആൽഫ ബൈ √2m തന്നെ കിട്ടും. അടുത്ത ചോദ്യം പ്രീവിയസ് CSIR ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഡെൽ സ്ക്വയർ സൈ ഒക്കെ കണ്ടെത്തൂലോ, അത് കഴിഞ്ഞിട്ട് ഇൻ ടേംസ് ഓഫ് സൈയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് സൈ എടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ നമ്മുടെ പ്രോബ്ലം മുന്നോട്ട് പോവുകയുള്ളൂ. ഡെൽ സ്ക്വയർ സൈനെ ഇൻ ടേംസ് ഓഫ് സൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ഗ്രൗണ്ട് state wave function of a particle of unit mass moving in a 1D box is ground state wave function of a particle of unit mass moving in a 1D box is e raised to minus x square by 2 cos h root 2x. Find v. ഒരു ബ്രാക്കറ്റിൽ തന്നേക്കുവാണ് h ക്രോസ് ഈക്വൽ ടു 1. ഇതാണ് ചോദ്യം. Ground state wave function of a particle of unit mass moving in a 1D box is e raised to minus x square by 2. ഇത് e raised to minus x square ആണ്. ചെയ്തോ, സൈ തന്നിട്ടുണ്ട് e raised to minus x square by 2 cos h root 2x. നിങ്ങൾക്ക് ഇവിടെ ഈനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇ ഈക്വൽ ടു 0 എടുത്താൽ മതി. ചില പ്രോബ്ലത്തിൽ ഈനെ കുറിച്ചൊന്നും പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇ ഈക്വൽ ടു 0 എടുത്താൽ മതി. ദെൻ നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ ഈക്വൽ ടു ഇ സൈ. ഇവിടെ ഇ സൈ എന്ന് പറയുന്നത് ടേം 0 ആണ്. ദെൻ വി സൈ നമുക്ക് എന്ത് കിട്ടും? എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ. ഇത് ചെയ്തിട്ട് വേഗം ഉത്തരം പറ. ആബിദ്, ഈ പ്രോബ്ലം ചെയ്യാം. Psi equal to e raised to minus x. Okay. Del psi എന്ത് കിട്ടും? e raised to minus x square by 2 into minus sin h root 2x. cos h root 2x ന്റെ ഡിഫറൻഷ്യൽ sin h തന്നെയാ, മൈനസ് ഇല്ല. ഹൈപ്പർബോളിക്കിന് കോസും സൈനിലും മൈനസ് ഒന്നും ഇല്ല.
പ്ലസ് plus cos h അതെ ഒരു മിനിറ്റ് കോസിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് റൂട്ട് എക്സ്. ആർക്കെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിലേ കോസ് എച്ച് റൂട്ട് എക്സ് എന്താ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു അല്ലേ. ഇതിനെ ഡി ബൈ ഡി എക്സ് ചെയ്താൽ ഇ റേസ് ടു എക്സ് ബൈ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു ഇത്ര കിട്ടുള്ളൂ. ഇക്വൽ ടു സൈൻ എച്ച് റൂട്ട് സൈൻ എച്ച് എക്സ്. ഇവിടെ മൈനസ് ഞാൻ പറഞ്ഞത് അവിടെ മൈനസ് ഇല്ല എന്നുള്ളതാ. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കോസ് എച്ച് റൂട്ട് എക്സ്. ഇതിന്റെ ബാക്കി പറഞ്ഞേ into e raised to minus x square by 2 ഇൻറ്റു മൈനസ് എക്സ് into minus 1 minus 1. എക്സ് സ്ക്വയർ അല്ലേ, മൈനസ് ടു എക്സ് വരും. Okay. Then del square psi equal to ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം, ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ 3 ടേം ഉണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, √2 ഇവിടെ റൂട്ട് ഇല്ലല്ലോ.
ആബിദെ ഡെൽ സ്ക്വയർ സൈ ചെയ്ത് കഴിഞ്ഞോ? ചെയ്യുന്നുള്ളൂ സാർ, ഒറ്റ മിനിറ്റ്. ഡെൽ സ്ക്വയർ സൈ ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇങ്ങനെയാണോ ഉത്തരം കിട്ടിയതെന്ന് പറയോ? ഇവിടെ ഒരു റൂട്ടും ഉണ്ട്. ആരും ചെയ്തു കഴിഞ്ഞില്ല? ഉനൈസ് കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇവിടെ ഈ സ്റ്റെപ്പ് എത്തുവാണെങ്കിൽ പറയണം. ഈ സ്റ്റെപ്പ് അല്ല, ഡെൽ സ്ക്വയർ സൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയണം. ഷഹീർ കിട്ടിയ? -3xi -√2x² tan h √2xi ഇട്ടു. എങ്ങനെ? v എന്താ ഒരു ഫൈനൽ? അല്ല വി അല്ല, ഞാൻ ഡെൽ സ്ക്വയർ സൈ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മതി. ഡെൽ സ്ക്വയർ സൈഡിന്റെ -3xi -√2x² tan h √2xi. ഇത്ര ഉള്ളോ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേമേ ഒന്നില്ല. ഒന്നുകൂടെ നോക്കുവോ എവിടെയും തെറ്റിപ്പോയെന്ന്? തെറ്റാ.
ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ കിട്ടിയെന്ന് പറയോ? e raised to minus x square by 2 ആ all bracket x cos h root 2x ആ plus root 2 sin h root 2x. എന്താ അങ്ങനെ കിട്ടിയേ? e raised to minus x square by 2. ഹോൾ ബ്രാക്കറ്റ് എടുത്തു. അപ്പൊ ഇങ്ങനെയാണല്ലോ കിട്ടുക, √2 sin h √2 x മൈനസ് എക്സ് കോസ് എച്ച് √2 x. ഈ മൈനസ് എക്സ് മൈനസ് ഒരു ടേം അവിടെ ഉണ്ട്, അത് കിട്ടണം. മൈനസ് ബാക്കി ഇങ്ങനെ വന്നോ? √2 sin h √2 x മൈനസ് എക്സ് കോസ് കോസ് h root 2x. എന്നിട്ട് അതിന്റെ സെക്കൻഡ് ഡിഫറൻഷ്യൽ കണ്ടെത്തണം. ഒന്നുകൂടെ ചെയ്ത് നോക്കി, ഇങ്ങനെ തന്നെ ഉത്തരം കിട്ടും. ആർക്കും ഇങ്ങനെ ഉത്തരം വന്നില്ല സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ? അരുൺ സാർ എവിടെ എത്തി? സാർ ചെയ്തു, പക്ഷെ ആ മൈനസ് ഐ പ്ലസ് എക്സ് സ്ക്വയർ സൈ അത് വന്നിട്ടില്ല. അത് എവിടെ പോയതൊരു പിടുത്തമില്ല. മൈനസ് ഐ പ്ലസ് എക്സ് സ്ക്വയർ സൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് കിട്ടിയത്. പേജ് കാണാനില്ലല്ലോ. ആ ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് കിട്ടിയത്. അതെ സാർ. ഈ √2 ഉണ്ടല്ലോ, ഈ ഇവിടെ മൈനസ് എക്സ് ഉണ്ടല്ലോ. ഉണ്ട് സാർ. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒന്നുകൂടെ നോക്കി, ഇങ്ങനെ തന്നെ കിട്ടും. ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ, ഇത് കറക്റ്റ് ആണേ. ആ ശരിയാ സാർ, ശരി, കിട്ടി. ഞാൻ അവിടെ നേരത്തെ എഴുതിയ ഒരു ടേം എഴുതാൻ പറ്റുമല്ലോ. ഇങ്ങനെ കിട്ടിയോ? ആ then x square psi plus psi equal to okay, mic off ആയി കാര്യം. ശരി, minus 2 √2x sin h √2x raised to minus x square by 2. കിട്ടിയില്ല, ഇവിടെ എത്തിയില്ല. തൊട്ട് മുമ്പിൽ കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അത് കറക്റ്റ് കിട്ടി. ഓക്കെ, ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡെൽ സ്ക്വയർ സൈഡ് കിട്ടോ, ഇങ്ങനെ തന്നെ കിട്ടും. ദെൻ ഇവിടെ ഈ ടേമിനെ നമ്മുടെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ടേമിനെ നമ്മുടെ സൈഡ് ടേംസിലേക്ക് മാറ്റുക എന്നതാണ് നമ്മുടെ ടാസ്ക്. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാലേ, ഒരു കോസ് എച്ച് √2x വെച്ച് മേളിലും താഴെയും മൾട്ടിപ്ലൈ ഡിവൈഡും ചെയ്താൽ മതി. ഇതിനെ ഇൻ ടേംസ് ഓഫ് സൈലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മുകളിലും താഴെയും ഒരു കോസ് എച്ച് √2x മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയാം. psi equal to x square psi plus psi minus 2 √2 x sin h √2 x psi. ഞാനിവിടെ ഇത്രയേ ഉള്ളൂ, e raised to minus x square by 2. ഞാൻ മേളിലും താഴെയും ഒരു കോസ് എച്ച് √2x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? ഈ ഇത്രയും ടേമിനെ നമുക്ക് സൈ എന്ന് വിളിക്കാം.
ബാക്കി സൈൻ എച്ച് റൂട്ട് ടു എക്സ് ബൈ കോസ് എച്ച് റൂട്ട് ടു എക്സ് ടാൻ എച്ച് റൂട്ട് ടു എക്സ് വരും. സൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈ പ്ലസ് സൈ മൈനസ് 2 റൂട്ട് 2x ടാൻ എച്ച് റൂട്ട് 2x സൈ. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സൈയിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ ഈക്വൽ ടു 0. ഈ എന്ന് പറഞ്ഞാൽ 0 ആണ്. എച്ച് ക്രോസ് ഇവിടെ യൂണിറ്റി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എച്ച് ക്രോസ് ഈക്വൽ ടു 1 കൊടുക്കുക. എച്ച് ക്രോസ് ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. എം ഈക്വൽ ടു യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് മാസ് ഈക്വൽ ടു 1 കൊടുക്കുക. മൈനസ് 1/2. അപ്പൊ നമുക്ക് കിട്ടിയ സംഭവം ഡെൽ സ്ക്വയർ സൈ. ഇത് ഡെൽ സ്ക്വയർ സൈ ആണ്. ഡെൽ സ്ക്വയർ സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ സൈ പ്ലസ് സൈ മൈനസ് 2 റൂട്ട് 2x tan h root 2x psi tan h root 2x psi plus v psi equal to 0. നമുക്ക് സൈനെ മുഴുവൻ കട്ട് ചെയ്ത് കളയാം. then v equal to എന്ത് കിട്ടും? x square by 2 plus 1/2 minus root 2x tan h root 2x. ഇതാണ് ഉത്തരം. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യണേ, കാരണം ഇത് പ്രീവിയസ് ഇയർ CSIR ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ഒന്നും ആയിരിക്കില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഈ പേജിന്റെ ആ തുടക്കത്തിൽ മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറയും. ഇതാ നമുക്ക് ഇതിലെ എല്ലാ ടേമിനെയും ഇൻ ടേംസ് ഓഫ് സൈ എഴുതിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സൈ എന്ന് പറഞ്ഞാല് കോസ് എച്ച് റൂട്ട് 2x ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അങ്ങനെ ഒരു ടേം വരുത്താൻ വേണ്ടി ഇവിടെ സൈ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ടേം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോസ് എച്ച് റൂട്ട് 2x വെച്ച് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ, കട്ട് ചെയ്ത് കളഞ്ഞാൽ 1 ആയി പോകും. ദെൻ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 കോസ് എച്ച് റൂട്ട് 2x നമ്മൾ സൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കി ഇങ്ങനെ കിട്ടും. അരുണ് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മുഫീദ പോയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി സാർ എച്ച് സ്ക്വയർ ബൈ 2m 1 ആയിട്ട് എടുത്തു. നമ്മൾ എന്ത് ചെയ്തത് എവിടെ ഈ 1 ഒന്നാണോ? അതല്ല, അതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് അല്ല, അത് സ്ക്വയർ സൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എച്ച് ക്രോസ് 1 ആണെന്നും മാസ് 1 ആണെന്നും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. minus h cross square by 2m del square psi plus v psi equal to e psi. ഞാൻ ഈന് അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m
del square psi plus v minus e psi equal to 0. ഞാൻ ഈ മൈനസ് ഒരു മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ മൈനസ് 2m by h ക്രോസ് സ്ക്വയർ. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ മൈനസ് 2m by h ക്രോസ് സ്ക്വയർ. ഫസ്റ്റ് ടേമിൽ രണ്ടും കട്ട് ചെയ്ത് പോവും. ഡെൽ സ്ക്വയർ സൈ മൈനസ് ഇല്ല, ഓക്കെ, എന്നാ മൈനസ് 2m by h ക്രോസ് സ്ക്വയർ v മൈനസ് ഇ സൈ ഈക്വൽ ടു 0. ഈ മൈനസ് സൈനെ ഞാൻ അകത്തേക്ക് എടുത്തു. ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m by h ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0. ഡിഫറൻഷ്യൽ ഫോമിൽ ഒരു ആക്കിയതേ ഉള്ളൂ, ഇങ്ങനെ എഴുതാം. ദെൻ ഇതെന്താ സാധനം? ഞാൻ ഇതിനെ 2m by h ക്രോസ് സ്ക്വയർ ഇ മൈനസ് വിനെ ഞാൻ കെ സ്ക്വയറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽ സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഇതെന്താ സംഭവം? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇഫ് ഇതൊരു 1 ഡയമെൻഷൻ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെ കിട്ടും? ഡെൽ സ്ക്വയറിന് ഞാൻ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈൻ എഴുതി, പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഇതൊരു 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ ഡെൽ സ്ക്വയറിന് നമുക്ക് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഇതെന്താ സംഭവം? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് നമ്മൾ കുറെ സോൾവ് ചെയ്താ. ഇതിന്റെ സൊല്യൂഷൻ പറയണം. ആബിദെ, ഹലോ സർ, കേൾക്കാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് കെ സ്ക്വയർ സൈ ഈക്വൽ 0, ഹോമോജീനിയസ്. എങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്? നമ്മള് ക്യാപിറ്റൽ ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഡി സ്ക്വയർ പ്ലസ് ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ. ഓക്കെ, ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്താ? ഇ റൈസ് ടു ആൽഫ എക്സ്, ആൽഫ ഇല്ല, സൈൻ ഐ ബീറ്റ എക്സ് പ്ലസ് കോസ് C1 സൈൻ കെ എക്സ് പ്ലസ് C2 കോസ് എക്സ് ബീറ്റ എക്സ് കെ എക്സ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇത് എഴുതാം, C1 ഇ റൈസ് ടു ഐ കെ എക്സ് ബീറ്റ ഐ കെ എക്സ് പ്ലസ് C2 ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ്. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും പറയുന്നത് ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ ആണെന്നാണ്. ഓസിലേറ്ററി സൊല്യൂഷൻ. ഓക്കെ, ഓക്കെ. ഇത് ഇങ്ങനെ എഴുതി. ബട്ട് ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താന്ന് വെച്ചാല് കെ ഉണ്ടല്ലോ, കെ സ്ക്വയർ ഈക്വൽ ടു 2m by h ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി. വി ഈക്വൽ ടു 0, അതായത് ഫ്രീ പാർട്ടിക്കിൾ. നമുക്ക് ഇതേപോലെ ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ കിട്ടും. ഇവിടെ എഴുതി വെച്ചോ, വി ഈക്വൽ ടു 0 ഫ്രീ പാർട്ടിക്കിളിന് ഓസിലേറ്ററി സൊല്യൂഷൻ കിട്ടും. C1 ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് C2 e raised to minus I kx. The first condition എഴുതി വെച്ചോ. സെക്കൻഡ് കണ്ടീഷൻ എന്താന്ന് വെച്ചാല് E greater than V.
നമ്മുടെ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും ഇതൊരു പോസിറ്റീവ് ആയിരിക്കും ഇത് ഫുള്ള്. ദെൻ അപ്പോഴും നമുക്ക് സൊല്യൂഷൻ ഓസിലേറ്ററി കിട്ടും, ഓസിലേറ്ററി സൊല്യൂഷൻ കിട്ടും. ഓസിലേറ്ററി സൊല്യൂഷൻ. മൂന്നാമത്തെ കണ്ടീഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇ ലെസ് ദാൻ വി. ഈ ലെസ് ദാൻ വി ആണെങ്കിൽ എന്ത് സംഭവിക്കും? കെ സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഈ ലെസ് ദാൻ വി ആകുന്ന സമയത്ത് കെ സ്ക്വയർ നെഗറ്റീവ് ആയിരിക്കും. ദെൻ നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലം ഡി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ എന്ന് കിട്ടും. ഇതിന്റെ സൊല്യൂഷൻ എന്താ? y ഈക്വൽ ടു c1 e റേസ് ടു kx പ്ലസ് c2 e റേസ് ടു മൈനസ് kx. നോട്ട് ഓസിലേറ്ററി സൊല്യൂഷൻ അല്ല. ഐ വന്നാലേ e റേസ് ടു i kx e റേസ് ടു മൈനസ് i kx അങ്ങനെ വന്നാലേ ഓസിലേറ്ററി ആവുള്ളൂ. ഇത് എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയോ? നമ്മുടെ കെ സ്ക്വയർ ഉണ്ടല്ലോ, കെ, അതില് വിയുടെ വാല്യൂവിന് അതിൽ കെ സ്ക്വയർ ഈക്വൽ ടു 2m/h സ്ക്വയർ ഇ മൈനസ് വി. ഈ വിയുടെ വാല്യൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 സൊല്യൂഷൻ കിട്ടും. വി ഈക്വൽ ടു 0 ഫ്രീ പാർട്ടിക്കിൾ, അതൊരു ഓസിലേറ്ററി സൊല്യൂഷൻ ആയിരിക്കും. ദെൻ ഈ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിലും, എനർജി ഗ്രേറ്റർ ദാൻ വി ആണെങ്കിലും നമ്മുടെ സൊല്യൂഷൻ ഒരു ഓസിലേറ്ററി ആയിരിക്കും. ബട്ട് ഈ ലെസ് ദാൻ വി ആകുന്ന സമയത്ത് നമ്മുടെ സൊല്യൂഷൻ എക്സ്പോണൻഷ്യൽ ആയിരിക്കും. നമ്മുടെ സൊല്യൂഷൻ എക്സ്പോണൻഷ്യൽ ആയിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാലോ, ഒരു പാർട്ടിക്കിൾ ഇതൊരു പൊട്ടൻഷ്യൽ ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2. ഒരു പാർട്ടിക്കിൾ വരുവാണ് ഓഫ് എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ്, V ഈക്വൽ ടു 0. ഒരു പാർട്ടിക്കിൾ ഓഫ് എനർജി E. ABC, ഒരു പാർട്ടിക്കിൾ ഓഫ് എനർജി E വരികയാണ്. E എന്ന് പറഞ്ഞ എനർജി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. V1 ലെസ് ദാൻ E ലെസ് ദാൻ V2. അതായത് ഈ പൊട്ടൻഷ്യൽ V2 സിയിൽ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യലിനെക്കാട്ടിയും കുറവാണ് V1. ബട്ട് C2 C മുതലുള്ള C2D പൊട്ടൻഷ്യൽ, അതായത് V2നെക്കാട്ടിയും കുറവാണ് E. ഈ കേസിൽ പൊട്ടൻഷ്യൽ ലെസ് ദാൻ E, ഈ കേസിൽ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ E. V ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഓസിലേറ്ററി. ദെൻ V ലെസ് ദാൻ E ആയിരിക്കുമ്പോഴും സൊല്യൂഷൻ ഓസിലേറ്ററി ആയിരിക്കും. ബട്ട് നമുക്കറിയാം കെ സ്ക്വയർ ഈക്വൽ ടു 2m/h സ്ക്വയർ E മൈനസ് വി. കെ സ്ക്വയറിന് ഞാൻ ഇടുന്നില്ല. കെ ഈക്വൽ ടു അണ്ടർ റൂട്ട് 2m/h സ്ക്വയർ E മൈനസ് വി ആണല്ലോ. ഫസ്റ്റ് കണ്ടീഷനിൽ k ഈക്വൽ ടു k1 ആണ്.
സെക്കൻഡ് കണ്ടീഷനിൽ k ഈക്വൽ ടു k2 ആണ്. k1 എന്ത് കിട്ടും? അണ്ടർ റൂട്ട് 2m/h ക്രോസ് സ്ക്വയർ ഇ. k2 എന്ത് കിട്ടും? അണ്ടർ റൂട്ട് 2m/h ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി. കെയുടെ ജനറൽ ഫോർമുല ഫസ്റ്റ് കണ്ടീഷൻ എ ടു ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ വി 0 ആണ്. അപ്പൊ നമുക്ക് k1 ഈക്വൽ ടു 2m/h ക്രോസ് സ്ക്വയർ ഇ, k2 2m/h ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി എന്ന് കിട്ടും. അത് ബി ടു സി കണ്ടീഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോയിന്റ് എഴുതാം, k1 ഗ്രേറ്റർ ദാൻ k2. കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാം, k ഈക്വൽ ടു 2π/λ. ആ റിലേഷൻ വെച്ച് നോക്കുമ്പോൾ λ1 ലെസ് ദാൻ λ2 ആണ്. അതായത് നമ്മുടെ ബോഡി ഈ ബി എന്ന് പറയുന്ന ബൗണ്ടറിയിൽ എത്തുമ്പോൾ വേവ് ലെങ്ത് കൂടും. അതാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. ആദ്യം ഒരു ഓസിലേറ്ററി ആയിരുന്നു സൊല്യൂഷൻ. ഇത് ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കാം. ആദ്യം നമ്മുടെ സൊല്യൂഷൻ ഒരു ഓസിലേറ്ററി ആയിരുന്നു. ബി എന്ന് പറയുന്ന ബൗണ്ടറിയിൽ എത്തി. അപ്പോഴും സൊല്യൂഷൻ ഓസിലേറ്റർ തന്നെയാണ്. കാരണം എന്താ? ബി ലെസ് ദാൻ ഇ ആണ്. ബട്ട് വേവ് ലെങ്ത് കുറയും, അല്ല വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കുറയും. അത്രയും കുറയ്ക്കണ്ട. ഇവിടെ വേവ് ലെങ്ത് കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു. ദെൻ അതുകൊണ്ട് വേവ് ലെങ്ത് കുറഞ്ഞു. സെക്കൻഡ് കണ്ടീഷനിൽ വേവ് ലെങ്ത് കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബി ഗ്രേറ്റർ ദാൻ ഇ ആണ്. അത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു, എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ ആണ്. ദെൻ ഇവിടെ എക്സ്പോണൻഷ്യൽ ഡീകേ നടക്കും. ഓസിലേറ്ററി അല്ല, എക്സ്പോണൻഷ്യൽ ഡീകേ. ഓസിലേറ്ററി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡീകേ. ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് ഒന്നുകൂടെ പറയണം ആർക്കെങ്കിലും. അതായത് ഈ സൊല്യൂഷൻ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻ കിട്ടും. 3 ടൈപ്പ് സൊല്യൂഷൻ കിട്ടും. ഒന്ന് v ഈക്വൽ ടു 0 സൊല്യൂഷൻ, അത് ഓസിലേറ്ററി സൊല്യൂഷൻ ആയിരിക്കും. 2 e ഗ്രേറ്റർ ദാൻ v സൊല്യൂഷനും, അതും ഓസിലേറ്ററി ആയിരിക്കും. 3 e ലെസ് ദാൻ v സൊല്യൂഷൻ, അത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം, എക്സ്പോണൻഷ്യൽ ഡീകേ ആയിരിക്കാം. അത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ആ ഉത്തരം. എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ആയിരിക്കാം, എക്സ്പോണൻഷ്യൽ ഡീകേ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ 3 സൊല്യൂഷൻ കിട്ടും. ഞാൻ ആ 3 സൊല്യൂഷൻ കൂടെ ഒരൊറ്റ ഗ്രാഫിൽ കാണിക്കുകയാണ്. ഒന്നുകൂടെ വരയ്ക്കാം. മൂന്ന് സൊല്യൂഷൻ കൂടെ ഒരൊറ്റ ഗ്രാഫിൽ.
ആദ്യം V ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ A to B. അത് കഴിഞ്ഞിട്ട് V ഈക്വൽ ടു V നോട്ട് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. ദെൻ അത് B to C. ദെൻ അത് കഴിഞ്ഞിട്ടോ ഒരു ഹയർ പൊട്ടൻഷ്യൽ B. C to D. ഒരു പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ ദൂരെ നിന്ന് വരികയാണ്. ആദ്യത്തെ കേസിൽ A to B എന്ന് പറയുന്ന കേസിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ 0 ആണ്. ദെൻ പാർട്ടിക്കിൾ എന്ത് സൊല്യൂഷൻ തരും? ഓസിലേറ്ററി സൊല്യൂഷൻ തരും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് E ഗ്രേറ്റർ ദാൻ V ആണ്. അവിടെയും പാർട്ടിക്കിൾ ഓസിലേറ്ററി സൊല്യൂഷൻ തന്നെയായിരിക്കും തരിക, ബട്ട് വേവ് ലെങ്ത് കൂടും. ദെൻ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെസ് ദാൻ വി കണ്ടീഷൻ, മൂന്നാമത്തെ സ്റ്റേറ്റ്. അവിടെ എന്ത് ചെയ്യും? പാർട്ടിക്കിൾ ഓസിലേറ്ററി സൊല്യൂഷൻ ഒന്നും ആയിരിക്കില്ല തരിക, എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും തരിക. ഇത് എക്സ്പോണൻഷ്യൽ ഡീകെ ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഡീകെ ആണ് അല്ലെന്ന് നിങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷന്റെ പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് എക്സ്പോണൻഷ്യൽ ഡീകെ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇവിടെ ലാംഡ, ഇവിടെ വേവ് ലെങ്ത് കൂടിയത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നു. K1 ഗ്രേറ്റർ ദാൻ K2 ആണ്. കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ K is proportional to 1 by lambda. Then λ1 ലെസ് ദാൻ λ2 ആയിരിക്കും. അതായത് ഇവിടുത്തെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അതോ ആർക്കൊന്നും മനസ്സിലായില്ലേ? ഈ ജംഗ്ഷനിൽ വീണ്ടും കൂടുവോ? സി എന്ന് പറഞ്ഞ ജംഗ്ഷനില് അവിടെ വീണ്ടും എന്തുകൊണ്ടാ കൂടുന്നത്? ഇത് ഇവിടെ ഇത് എക്സ്പോണൻഷ്യൽ ഡീകെ, ഇവിടെ ഓസിലേഷനേ നടക്കുന്നില്ല. ഇതിന് അതിന് മുമ്പ് അങ്ങനെ കുറഞ്ഞാണ് പോയില്ലേനോ ഈ ബിന്റെ സീന്റെ ഇടയ്ക്ക്? ബിന്റെ സീന്റെ ഇടയ്ക്ക് കുറഞ്ഞു പോയില്ലായിരുന്നോ? അത് അടിയിലെത്തിയില്ലേ? ഇഫ് അടിയിലെത്തുവാണെങ്കിൽ എങ്ങനെയാണ് ഞാനത് എക്സ്പോണൻഷ്യൽ ഡീകെ കാണിക്കാൻ വേണ്ടി മേളിൽ കയറ്റി വരച്ചതാ. ഇഫ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് ഡീകെ ചെയ്യും. അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇനി ഈ ഐഡിയ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എക്സ്പോണൻഷ്യൽ ആയിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ടോ ഡീകെ അല്ലാതെ? ഈ കേസിൽ ഉയരില്ല. ഞാൻ പറയാം. നമുക്ക് ആ സൊല്യൂഷൻ കിട്ടിയത്, അടുത്ത പേജ് കാണിക്കാം. ആ സൊല്യൂഷൻ കിട്ടിയത് y ഈക്വൽ ടു C1 e റൈസ് ടു kx പ്ലസ് C2 e റൈസ് ടു മൈനസ് kx. ഈ ഇങ്ങനെ രണ്ട് സൊല്യൂഷന്റെ സൂപ്പർ പൊസിഷൻ ആണല്ലോ. ഇത് നെഗറ്റീവ് ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഇത് പോസിറ്റീവ് ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതെന്താന്ന് ചോദിച്ചാലേ y അല്ല സൈ. അതെന്താന്ന് ചോദിച്ചാല് സൈഡ് ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. നമ്മൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ സൈ ഇൻഫിനിറ്റി ആകാൻ പാടില്ല. ദെൻ നമ്മുടെ പോസിറ്റീവ് ആക്സിസില് ഒരു മിനിറ്റ്, ഞാൻ പറയാം. കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ സൈ ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കൂലോ. അപ്പൊ സൈ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ വാലിഡ് അല്ല. അങ്ങനത്തെ വേവ് ഫംഗ്ഷൻ എടുക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ എടുത്ത പ്രോബ്ലം പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോകുന്ന പ്രോബ്ലം. വേറൊരു പ്രോബ്ലം
ഈ ലെസ് ദാൻ ബി, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഈ ലെസ് ദാൻ ബി, ഇങ്ങനെ ഈ ലെസ് ദാൻ ബി. ഓക്കെ, ഇവിടെ വി ഈക്വൽ ടു 0. ഇതിന്റെ അകത്ത് ഓസിലേറ്ററി ആയിരിക്കും. ദെൻ ഇത് പോസിറ്റീവ് ആക്സിസ്, നെഗറ്റീവ് ആക്സിസ് ഇങ്ങോട്ട്. ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഈ സംഭവമായിരിക്കും C1 e⁻kx. ഈ നെഗറ്റീവ് ആക്സിസിൽ അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൊല്യൂഷൻ ഓസിലേറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ വരുമ്പം അത് എക്സ്പോണൻഷ്യൽ ഡീകേ ആയിരിക്കും. പോയിന്റ് മനസ്സിലായോ? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണോ എക്സ്പോണൻഷ്യൽ ഡീകേ ആണോ നോക്കുക. നമ്മുടെ സൊല്യൂഷൻ നെഗറ്റീവ് ആക്സിസിലാണെങ്കിൽ അവിടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും, പോസിറ്റീവ് ആക്സിസിലാണെങ്കിൽ അവിടെ എക്സ്പോണൻഷ്യൽ ഡീകേ ആയിരിക്കും. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കണ്ടീഷൻ നമ്മുടെ വേവ് ഫംഗ്ഷൻ വാലിഡ് ആക്കണം. വേവ് ഫംഗ്ഷൻ വാലിഡ് ആവണമെങ്കിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ സൈ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചത് ഇല്ല? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് നിങ്ങൾ ഒന്നും അറിഞ്ഞിരിക്കണ്ട, ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഈ ലെസ് ദാൻ വി ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എക്സ്പോണൻഷ്യൽ ആയിരിക്കും, ഗ്രോത്ത് ഓർ ഡീകേ എന്തിലോട്ടെ. പിന്നെ ഇങ്ങനെ രണ്ട് കണ്ടീഷൻ, ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ ഓസിലേറ്ററി ആയിരിക്കും. ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ബട്ട് അത് എനർജീനെക്കാട്ടി കുറവാണെങ്കിലും ഓസിലേറ്ററി ആയിരിക്കും. പിന്നെ ആ കേസിൽ വേവ് ലെങ്ത് കൂടും. ഓക്കെ, ഓക്കെ, ഇത് മതി. നാളെ രാവിലെ എടുക്കുക AMB ആയിരിക്കും കേട്ടോ. AMB ഞാൻ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, ഒരു ചെറിയ 10 to 15 മാർക്കിനെ ചോദ്യം ചോദിക്കും. ഞാൻ നാളെ കൊണ്ട് ആ AMB ഓടിച്ചൊന്ന് തീർക്കും. നാളെ AMB ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി ചെയ്യാനുള്ള ലോറൻസ് ഇല്ല, റിലേറ്റിവിറ്റിയുടെ പ്രോബ്ലം 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. മൺഡേ ഓർ ട്യൂസ്ഡേ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഹലോ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഈ C1 e⁻kx plus C2 e⁻kx എന്ന് പറഞ്ഞില്ലേ, അതിലെങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് കൺസിഡർ ചെയ്യും? അതായത് ഞാൻ പറയാം, നമ്മുടെ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുകയാണ് C1 e⁻kx plus C2 e⁻kx. ഈ സൊല്യൂഷൻ നെഗറ്റീവ് ആക്സിസിൽ മാത്രമേ, എക്സിന്റെ നെഗറ്റീവ് വാല്യൂവിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ സൊല്യൂഷൻ എക്സിന്റെ പോസിറ്റീവ് വാല്യൂവിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഈ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ, ഫസ്റ്റ് ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതായത് പോസിറ്റീവ് ആക്സിസിൽ ഈ ഫസ്റ്റ് ടേം നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു -ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം -(-) പ്ലസ് ഇൻഫിനിറ്റി ആവും. e⁻+ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് e⁻−kx എന്ന് പറയുന്ന ടേം നെഗറ്റീവ് എക്സിൽ നിൽക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സൈ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അത് പോസിബിൾ അല്ല തന്നെ. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ പോയി തോന്നുന്നു. ജയശേട്ടൻ മറ്റേ ഇതായോണ്ട് അഡ്മിഷൻ
അല്ല മറ്റേ പൂജപ്പല്ലേ? ആ ശരി ശരി, അതാണ് കുട്ടികൾ കുറവല്ലേ? ആ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? റെക്കോർഡ് ഉണ്ട്.